നമസ്കാരം. ഷെയർ മാർക്കറ്റ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിഡിൽ ഈസ്റ്റിലെ യുദ്ധഭീതി നമ്മുടെ ഓഹരി വിപണിയെയും രാജ്യത്തെ സാമ്പത്തിക മേഖലയെയും അക്ഷരാർത്ഥത്തിൽ ഒരു വലിയ തകർച്ചയിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ്. നിഫ്റ്റിയുടെയും സെൻസെക്സിന്റെയും കൂറ്റൻ വീഴ്ച, 52 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് കൂപ്പുകുത്തിയ പ്രമുഖ ഓഹരികൾ, ഖട്ടറിൽ നിന്നുള്ള ഊർജ്ജ വിതരണം നിലച്ചത്, റെക്കോർഡ് തകർച്ച നേരിടുന്ന ഇന്ത്യൻ രൂപ, ഇതിനിടയിലും വിപണിയിൽ അത്ഭുതകരമായി കുതിച്ചുയർന്ന ചില ഓഹരികൾ എന്നിവയെല്ലാമാണ് ഇന്ന് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് ഒരു ചെറിയ കാര്യം. വിപണിയിൽ ദിവസേനയുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്നമർത്തുക. അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് പ്രധാന അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. ആദ്യമായി ഇന്നത്തെ മാർക്കറ്റ് തകർച്ചയെക്കുറിച്ച് തന്നെ സംസാരിക്കാം. മിഡിൽ ഈസ്റ്റിലെ പ്രതിസന്ധി രൂക്ഷമായതോടെ സെൻസെക്സ് 80,000 എന്ന സുപ്രധാന ലെവലിന് താഴേക്ക് പതിച്ചു. നിഫ്റ്റി 50 ആകട്ടെ 380 പോയിന്റുകൾ ഇടിഞ്ഞ് 24,500 എന്ന സപ്പോർട്ട് ലെവലും തകർത്താണ് ഇന്ന് ക്ലോസ് ചെയ്തത്. ഈ പാനിക് സെല്ലിംഗിന്റെ വ്യാപ്തി എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാൻ ഒറ്റ കാര്യം നോക്കിയാൽ മതി. ഡിക്സൺ ടെക്, RVNL, സ്വിഗ്ഗി DLF എന്നിവയുൾപ്പെടെ ഏകദേശം 586 ഓഹരികളാണ് ഇന്ന് അവരുടെ 52 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് അഥവാ 52 വീക്ക് ലോയിലേക്ക് കൂപ്പുകുത്തിയത്. വിപണിയിൽ ലിക്വിഡിറ്റി കുറയുന്നതും വിദേശ നിക്ഷേപകർ വലിയ തോതിൽ പണം പിൻവലിക്കുന്നതുമാണ് ഈ വലിയ തകർച്ചയ്ക്ക് കാരണം. എന്നാൽ ഈ വൻ വീഴ്ചയിലും IT ഓഹരികൾ നേട്ടമുണ്ടാക്കി ടോപ്പ് ഗെയിനേഴ്സായി എന്നത് ആശ്വാസകരമാണ്. IT ഓഹരികൾ എന്തുകൊണ്ട് കയറി എന്നതിലേക്ക് വരുന്നതിനു മുൻപ് കറൻസി മാർക്കറ്റിലെ വലിയൊരു തകർച്ച നമ്മൾ അറിയേണ്ടതുണ്ട്. ഇന്ത്യൻ രൂപ ഡോളറിനെതിരെ എക്കാലത്തെയും വലിയ തകർച്ച അഥവാ റെക്കോർഡ് ലോ നേരിട്ടിരിക്കുകയാണ്. യുദ്ധം കാരണം ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നത് പണപ്പെരുപ്പം കൂട്ടുമെന്ന ഭയമാണ് രൂപയുടെ മൂല്യമിടിയാൻ പ്രധാന കാരണം. രൂപയുടെ മൂല്യമിടിയുന്നത് IT കമ്പനികളുടെ വരുമാനം ഡോളറിലായതുകൊണ്ട് അവർക്ക് വലിയൊരു പോസിറ്റീവ് വാർത്തയാണ്. അതുകൊണ്ടായിരിക്കാം മാർക്കറ്റ് തകർന്നടിഞ്ഞപ്പോഴും IT സെക്ടർ പിടിച്ചുനിന്നത്. ഈ യുദ്ധ സാഹചര്യത്തിൽ ഇന്ത്യയെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന 2 വാർത്തകൾ വരുന്നത് ഖത്തറിൽ നിന്നുമാണ്. ഇറാനിന്റെ ആക്രമണങ്ങളെ തുടർന്ന് ഖത്തർ അവരുടെ അലൂമിനിയം ഉൽപ്പാദനവും ഒപ്പം LNG അഥവാ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ഉൽപ്പാദനവും പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുകയാണ്. ഇത് ഗ്ലോബൽ മാർക്കറ്റിൽ അലൂമിനിയം വില കുതിച്ചുയരാൻ കാരണമായി. എന്നാൽ ഏറ്റവും വലിയ പ്രഹരം LNG സപ്ലൈ നിലച്ചതാണ്. ഇന്ത്യയിലേക്കുള്ള LNG വിതരണത്തിൽ 40% വരെ കുറവുണ്ടാകാനാണ് ഇത് കാരണമാകുക. ഇത് സിറ്റി ഗ്യാസ് കമ്പനികൾക്കും ഗ്യാസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പവർ പ്ലാന്റുകൾക്കും വലിയ തിരിച്ചടിയാകും. വിപണിയിൽ അനിശ്ചിതത്വം നിറയുമ്പോൾ നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപം തേടുന്നത് നമ്മൾ എപ്പോഴും കാണുന്നതാണ്. ഇന്ന് കമ്മോഡിറ്റി മാർക്കറ്റിലും അതുതന്നെയാണ് സംഭവിച്ചത്. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ വർദ്ധിച്ചതോടെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഫ്യൂച്ചർ വില വീണ്ടും ഉയർന്നു. മാർക്കറ്റ് തകരുമ്പോൾ പോർട്ട്ഫോളിയോയ്ക്ക് ഒരു ഹെഡ്ജിംഗ് ആയി ഗോൾഡ് എപ്പോഴും പ്രവർത്തിക്കുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഏവിയേഷൻ സെക്ടറിലെ നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട ഒരു വാർത്തയാണ് അടുത്തത്. ഇൻഡിഗോ എയർലൈൻസിന്റെ ഓഹരികൾ കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ വലിയ രീതിയിൽ ഇടിഞ്ഞിരുന്നു. നിലവിൽ ഈ ഓഹരി അതിന്റെ 52 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിലയുടെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുന്നതും വിമാന ഇന്ധനത്തിന്റെ ചിലവ് കുത്തനെ കൂട്ടുമെന്നും രൂപയുടെ മൂല്യം ഇടിയുന്നത് ഇവരുടെ ഡോളർ ബാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്നുമാണ് ഏവിയേഷൻ ഓഹരികളെ തകർക്കുന്നത്. ഇനി ഈ രക്തച്ചൊരിച്ചിലിനിടയിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച ചില ഓഹരികളെക്കുറിച്ച് നോക്കാം. ടാറ്റ ഗ്രൂപ്പിന്റെ പിന്തുണയുള്ള തേജസ് നെറ്റ്വർക്ക്സ് ഓഹരികൾ വെറും 5 ദിവസത്തിനുള്ളിൽ 53% കുതിച്ചുയർന്നത്. ഇന്ത്യയിൽ ടെലികോം ഗിയറുകൾക്കും ഉപകരണങ്ങൾക്കും ഡിമാൻഡ് വർദ്ധിക്കുന്നതും ഗവൺമെന്റിൽ നിന്നും ലഭിക്കുന്ന വലിയ ഓർഡറുകളുമാണ് ഈ കൂറ്റൻ റാലിക്ക് കാരണം. കൂടാതെ ഇന്ന് മാർക്കറ്റ് തകർന്നപ്പോഴും ബലറാം ചിനി, ശ്രീ രേണുക തുടങ്ങിയ ഷുഗർ ഓഹരികൾ നേട്ടമുണ്ടാക്കിയിരുന്നു. ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുമ്പോൾ എത്തനോൾ ബ്ലെൻഡിംഗ് കൂടുതൽ ലാഭകരമാകുമെന്ന പ്രതീക്ഷയും എത്തനോൾ നയങ്ങളിലെ അനുകൂലമായ ഗവൺമെന്റ് തീരുമാനങ്ങളുമാണ് ഷുഗർ സെക്ടറിന് വലിയൊരു കരുത്തായി മാറിയത്. ഇതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോയിൽ സംസാരിച്ചിരുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റ് വാർത്തകൾ ഇവയാണ്. വലിയൊരു തിരുത്തൽ നടക്കുമ്പോൾ അടിസ്ഥാനപരമായി മികച്ച ഓഹരികൾ നിരീക്ഷിക്കാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും കാണാം. നന്ദി.